ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രതിരോധ വിദേശകാര്യ വിദഗ്ധരിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു പ്രദേശമാണ് പാക് അധീന കാശ്മീർ. അപ്പോൾ 1947 നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം കാശ്മീരുമായി ബന്ധപ്പെട്ട് യുദ്ധമുണ്ടായപ്പോൾ പാകിസ്ഥാൻ ഒരു 35-40% ഏരിയ പിടിച്ചെടുത്തു. അതാണ് പാക് അധീന കാശ്മീർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഒരുപക്ഷെ പാക് അധീന കശ്മീരിനോളം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ഏരിയ ഉണ്ട്. അതാണ് ചൈന അധീന കശ്മീർ, അല്ലെങ്കിൽ അതിനെ അക്സായ് ചിൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് മാപ്പിൽ കാണാം. അത് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷമാണ് അത് പൂർണ്ണമായും ചൈനയുടെ നിയന്ത്രണത്തിലാവുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ക്രൂഡ് IRലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ അക്സായ് ചിന്നിന്റെ ചരിത്രം, അത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചരിത്രപരമായിട്ട് നോക്കുവാണെങ്കിൽ ചൈനയിലെ പല സാമ്രാജ്യങ്ങളും പല ഘട്ടത്തിൽ പലപ്പോഴും അവർ ശക്തരായിരുന്ന സമയത്ത് അവർ ടിബറ്റിന് മേലും പിന്നെ ഉയ്ഗൂർ മുസ്ലിങ്ങൾ വസിക്കുന്ന ഈസ്റ്റ് തുർക്കിസ്ഥാൻ അല്ലെങ്കിൽ കിഴക്കൻ തുർക്കിസ്ഥാന് മേലും നിയന്ത്രണം വെച്ചിരുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ചൈനയിലെ രാജവംശം വളരെ ദുർബലമായപ്പോൾ ടിബറ്റും കിഴക്കൻ തുർക്കിസ്ഥാനും ഒക്കെ സ്വതന്ത്ര രാജ്യങ്ങൾ പോലെയാണ് പെരുമാറിയിരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയപരമായ ഏകീകരണം അതിന് ആധുനിക കാലഘട്ടത്തിൽ ഒരു രീതിയിൽ അവരെ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും തുടക്കമിട്ടത് ബ്രിട്ടീഷ് ഭരണത്തിനാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ സംരക്ഷിക്കണം, അതായത് അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു കോളനിയാണ്, അവരെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്ന ഒരു കോളനിയാണ്. അപ്പോൾ ഇന്ത്യനെ ബാഹ്യ ശത്രുക്കളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള അവരുടെ ഒരു എയിമായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നത്തെ ജമ്മു കാശ്മീർ ഭാഗം, അവിടുത്തെ ബോർഡർ ബ്രിട്ടീഷുകാർ വരച്ചത് അവരുടെ സൗകര്യത്തിനനുസരിച്ചാണ്. അപ്പോൾ കാശ്മീരിൽ അന്നൊരു രാജവംശം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രാജവംശമായിട്ട് ബ്രിട്ടീഷുകാർ അവിടെ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തി. അങ്ങനെ 1865 അന്ന് ബ്രിട്ടീഷുകാർ ഒരു ലൈൻ വരച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ എപ്പോഴും ബോർഡർ വരയ്ക്കുമ്പോൾ അവർ പല കാര്യങ്ങളും നോക്കും. ഒന്ന്, വടക്ക് നിന്ന് റഷ്യ സാമ്രാജ്യത്തിന്റെ ഭീഷണിനെ അവർ വളരെ വലിയ ഭീഷണിയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചൈനയുമായിട്ടുള്ള ബന്ധം വരുന്നു. അപ്പോൾ ഇപ്പൊ ചൈന വീക്കാണെങ്കിൽ, റഷ്യ വീക്കാണെങ്കിൽ ബോർഡർ കുറെ കയറിയിരിക്കും, അത് ഇന്ത്യയുടെ ഭാഗത്തായിരിക്കും. ഇനി അവര് സ്ട്രോങ് ആണെങ്കിൽ ബോർഡർ കുറച്ച് ഇറങ്ങിയിരിക്കും. അങ്ങനെ ബ്രിട്ടീഷുകാർ 2 ലൈൻസ് വരച്ചു. ഒന്ന് 1865 ഒന്ന് 1890 ശേഷം. അതിലൊരു ലൈൻ അനുസരിച്ച് ഇന്നത്തെ അക്സായ് ചിൻ ചൈനയുടെ ഭാഗമാണ്, വേറൊരു ലൈൻ അനുസരിച്ച് അക്സായ് ചിൻ ഇന്നത്തെ ജമ്മു കാശ്മീരിന്റെ ഭാഗമാണ്, അതായത് ലഡാക്കിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ 2 രീതിയിലുള്ള ബോർഡറുകൾ ബ്രിട്ടീഷുകാർ വരച്ചിട്ടാണ് അവർ പോയത്. അപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതിൽ ഏത് ലൈൻ വേണമെന്ന രീതിയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം വന്നു. അങ്ങനെ അത് ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് ഒരു കാരണമായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, 1947 ബ്രിട്ടീഷുകാർ വിട്ടുപോവുകയാണ്. അപ്പൊ അതിന് മുമ്പുള്ള അവസ്ഥ നോക്കുവാണെങ്കിൽ ടിബറ്റ് ഒരു സ്വതന്ത്ര രാജ്യം പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ കിഴക്കൻ തുർക്കിസ്ഥാൻ ഒരു 15 കൊല്ലത്തോളം സ്വതന്ത്ര രാജ്യമായിരുന്നു ചൈനയിൽ ആഭ്യന്തര യുദ്ധം വന്നപ്പോൾ. അപ്പൊ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ അക്സായ് ചിന്റെ അടുത്തുള്ള പ്രദേശം. ഈ അക്സായ് ചിന്നിന്റെ ഭൂമിശാസ്ത്രം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ലഡാക്കിന്റെ അടുത്തുള്ള സ്ഥലമാണ്. ഇവിടെ ഭയങ്കര മഞ്ഞ് കൂടിയ ഒരു തണുത്ത മരുഭൂമി പോലെയാണ്. അപ്പോൾ ഭയങ്കര വലിയ മലകളൊക്കെ ഉണ്ട്, പക്ഷെ മനുഷ്യവാസം വളരെ പോസിബിൾ അല്ല. അവിടെ കൂടുതലും പോകുന്നത് ഇടയന്മാരൊക്കെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അധികം വലിയ വൃക്ഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു തണുത്ത മരുഭൂമിയാണ്. അപ്പൊ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ നാടോടികളൊക്കെ പോകും, അത്ര തന്നെ. അപ്പൊ അവിടെ അത്ര വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഇപ്പൊ ഇന്ത്യയിലെയോ അല്ലെങ്കിൽ ചൈനയിലെയോ ഗവൺമെന്റുകൾക്കൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ 1947 ശേഷം ഇന്ത്യ ബോർഡർ വരച്ചപ്പോൾ നമ്മൾ കാശ്മീർ പിടിച്ചു. അപ്പോൾ അക്സായ് ചിൻ ഇന്ത്യയുടേതാണ്, ഇന്ത്യയുടെ ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നത്. അപ്പൊ നമ്മൾ അവകാശവാദം ഉന്നയിക്കണമെങ്കിൽ നമുക്ക് ഉന്നയിക്കാം, തീർച്ചയായും നമുക്ക് നമ്മുടെ അവകാശങ്ങൾ ഉന്നയിക്കാം. നമുക്ക് ശക്തമായ സൈനിക സാന്നിധ്യവും ശക്തമായ നിയന്ത്രണവും വേണം. പക്ഷെ അന്ന് കാര്യമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ചെയ്തിരുന്നില്ല. അപ്പൊ അവിടെയാണ് നെഹ്റു ഗവൺമെന്റിന്റെ ചെറിയൊരു ഫോൾട്ട് വന്നത്. അപ്പൊ 1950 ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമായി. അപ്പൊ ചൈനയ്ക്ക് അന്നേ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ചൈനയുടെ നേതാവായ മാവോ പറയുന്ന അനുസരിച്ച് ഇതെല്ലാം അവർക്ക് പിടിക്കണം. അപ്പൊ നമ്മൾ ഇൻഡോ ചീനി ബായി എന്നൊക്കെ പറഞ്ഞ് കുറെ കാലം ചൈനയായിട്ട് വളരെ നല്ല ബന്ധമായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചൈന 1949 ശേഷം പിടിച്ചെടുക്കുന്ന 2 ഏരിയകളുണ്ട്. ഒന്ന് ടിബറ്റ് അവർ പിടിച്ചെടുക്കും, ഒന്ന് കിഴക്കൻ തുർക്കിസ്ഥാൻ അവർ പിടിച്ചെടുക്കും. അപ്പൊ ഈ സ്ഥലങ്ങളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അക്സായ് ചിൻ ചൈനയ്ക്ക് ആവശ്യമാണ്. അങ്ങനെ ചൈന പയ്യെ അങ്ങോട്ട് റോഡൊക്കെ നിർമ്മിച്ചു തുടങ്ങും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇത് തണുത്ത മരുഭൂമിയാണ്, അവിടെ കാര്യമായിട്ട് മനുഷ്യവാസം ഇല്ല. അന്നത്തെ ഇന്ത്യ വളരെ ദരിദ്ര രാജ്യമാണ്, ഇന്ത്യക്ക് കാര്യമായ വലിയ സൈന്യമൊന്നുമില്ല.
അപ്പോൾ സൈന്യത്തെ ശക്തമാക്കുക എന്നുള്ളത് നെഹ്റുവിന്റെ ഒരു നയം ആയിരുന്നില്ല. നെഹ്റു ചൈനയുമായിട്ട് നല്ല ബന്ധം എന്നൊരു മൂഢവിശ്വാസം നെഹ്റുവിന് ഉണ്ടായിരുന്നു. അന്നത്തെ സാഹചര്യം ഉണ്ടായിരിക്കാം. എനിവേ, ഞാനിപ്പോൾ ജഡ്ജ് ചെയ്തതല്ല, അന്നത്തെ അവസ്ഥ പറഞ്ഞതാണ്. അപ്പോൾ 1950 തുടങ്ങി നമ്മുടെ ഇന്ത്യയിൽ പല ഉദ്യോഗസ്ഥർ നെഹ്റുവിനെ ബോധ്യപ്പെടുത്തി തുടങ്ങി. അതായത് ചൈന വ്യക്തമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് കാര്യമായിട്ട് ഇന്ത്യ സൈന്യത്തെ ശക്തീകരിച്ചില്ല. ഇനി നമ്മൾ ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അന്ന് 50കളുടെ അവസാനമായപ്പോഴേക്കും നെഹ്റുവിന് ഒരു പ്ലാൻ ഇട്ടു. ഫോർവേഡ് പോളിസി പ്രഖ്യാപിച്ചു. അതനുസരിച്ച് ഹിമാലയത്തിലെ അതിർത്തികൾ, പ്രത്യേകിച്ച് അക്സായ് ചിൻ ഒക്കെ ഇന്ത്യയിലെ സൈനിക പോസ്റ്റുകൾ സ്ഥാപിക്കുക, അങ്ങനെ ഇന്ത്യയുടെ നിയന്ത്രണത്തിലാക്കുക. അപ്പൊ ലക്ഷ്യം നല്ലതായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരുക്കം ഉണ്ടായിരുന്നില്ല. നമ്മുടെ സൈന്യത്തെ വേണ്ടത് ഒരുക്കാണ്ടാണ് ഈ ഫോർവേഡ് പോളിസി ചെയ്യുന്നത്. അങ്ങനെ സൈനികർ അങ്ങോട്ട് പോയി. നമ്മുടെ സൈന്യത്തിലൊക്കെ ഭയങ്കര രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പലപ്പോഴും സൈനികർക്ക് യുദ്ധം ചെയ്യാനുള്ള ബൂട്ട് പോലും ഉണ്ടായിരുന്നില്ല. പലരും ഈ ശ്വാസകോശത്തിൽ വെള്ളം ലിക്വിഫൈ ചെയ്ത് മരിച്ച അസുഖങ്ങളൊക്കെ ഒന്ന് മരിച്ചു. അങ്ങനത്തെ ഭീകരമായ അവസ്ഥയായിരുന്നു സൈനികർക്ക്. അപ്പൊ ഇന്ത്യക്കകത്തെ രാഷ്ട്രീയവും പല കാര്യങ്ങളും സ്വാധീനിച്ചു. അങ്ങനെ ഇന്ത്യ ചൈന തമ്മിൽ ഏറ്റുമുട്ടൽ തുടങ്ങി 50-59കൾക്കൊക്കെ ശേഷം. അങ്ങനെ 62 യുദ്ധത്തിൽ ഇന്ത്യ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ചൈന പൂർണ്ണമായിട്ട് അക്സായ് ചിൻ പിടിച്ചെടുത്തു. ഇന്ത്യയുടെ സൈനികർ ധീരമായിട്ട് പ്രതിരോധിച്ചെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഏകദേശം 38,000 കിലോമീറ്റർ വരുന്ന പ്രദേശം, അതാണ് അക്സായ് ചിൻ. അതായത് ഭൂട്ടാന്റെ അത്രയും തന്നെ, ഭൂട്ടാനിലും ഇത്രയും കൂടെ സൈസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു വലിയ ഏരിയ ഇന്ത്യക്ക് നഷ്ടമായി. അപ്പോൾ അങ്ങനെ ഇന്ത്യക്ക് ഒരു വലിയ പരാജയം, ഒരു പക്ഷെ ഇന്ത്യക്ക് നേരിട്ട് ഏക യുദ്ധ പരാജയമായിരിക്കാം. അങ്ങനെ നമുക്കൊരു വലിയ പ്രദേശം നഷ്ടമായി. അതാണ് ഇന്ന് ചൈനീസ് ഓക്യുപ്പൈഡ് കാശ്മീർ നമുക്ക് പറയാം, അക്സായ് ചിൻ. അപ്പൊ ഇന്ത്യ പാകിസ്ഥാനും കാശ്മീരിലെ അതിർത്തി നമ്മൾ LOC എന്ന് പറയുവാണെങ്കിൽ, ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുവാണെങ്കിൽ, ഇന്ത്യ ചൈന ബോർഡറിന്റെ പേര് LAC, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. അങ്ങനെ അക്സായ് ചിൻ നമുക്കിടെ വലിയൊരു തർക്ക വിഷയമായി. ചൈന അത് പിടിച്ചെടുത്തു. ഇനി അക്സായ് ചിൻ പിടിച്ചെടുത്ത ചൈനയ്ക്ക് അതിന്റെ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ ചൈനയ്ക്ക് ടിബറ്റി പ്രശ്നങ്ങളുണ്ട്, സിൻജിയാങ്ങി പ്രശ്നമുണ്ട്. രണ്ട് ഭാഗത്തും ചൈനയുടെ സൈന്യം ഭയങ്കരമായിട്ടുണ്ട്. ചൈന അക്സായ് ചിൻ വഴി റോഡൊക്കെ കണക്ട് ചെയ്തു. അങ്ങനെ ഈ പ്രവിശ്യകളെ കണക്ട് ചെയ്യുന്ന അക്സായ് ചിൻ വഴിയാണ്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഏരിയയിൽ ഭയങ്കര നേരത്തെ പറഞ്ഞു മഞ്ഞും മലകളൊക്കെയാണ്, മനുഷ്യവാസം വളരെ വളരെ കുറവാണ്. അപ്പൊ ഇവിടെ സൈനികർ ചില കാലാവസ്ഥ അനുസരിച്ച് ഈ പട്രോൾ ചെയ്യും. അപ്പൊ അങ്ങോട്ട് പോകും, ഇടയ്ക്ക് പോയിട്ട് തിരിച്ചു വരും. അങ്ങനെ രണ്ട് രാജ്യത്തെ സൈന്യങ്ങൾ പട്രോൾ ചെയ്യും. ഇടയ്ക്ക് അവർ തമ്മിൽ ചില ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഈ അതിർത്തി ശരിക്കും പറഞ്ഞാൽ കുറെ നാളത്തേക്ക് കാര്യമായിട്ട് ഇന്ത്യ മൈൻഡ് ചെയ്തിരുന്നില്ല. കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് ഇന്ത്യ ആക്റ്റീവായിട്ട് ഇവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമ്മളവിടെ എയർ സ്ട്രിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട്, സൈനിക താവളങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ട്, സൈന്യത്തെ കൂടുതൽ നിയോഗിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആക്റ്റീവായിട്ട് ഇപ്പോൾ നീങ്ങി തുടങ്ങിയപ്പോൾ ചൈന അവരുടെ ഭാഗത്തും ശക്തമായിട്ട് സൈന്യത്തെ വിന്യസിക്കുന്നുണ്ട്. അങ്ങനെയാണ് 2020 ഗൽവാനിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കറിയാം ആ ഏറ്റുമുട്ടലിൽ 20ഓളം ഇന്ത്യൻ സൈനികർ രക്തസാക്ഷിത്വം വരിച്ചു. ചൈനയുടെ അവർ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും 40-50 പേര് കൊല്ലപ്പെട്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ വേറൊരു ഏറ്റുമുട്ടൽ ഉണ്ടായി ഇന്ത്യയും ചൈനയും തമ്മിൽ. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ പലതവണ പറഞ്ഞു മനുഷ്യവാസം പോസിബിൾ അല്ല. ഇപ്പൊ ഇന്ത്യ സൈന്യത്തെ വിന്യസിക്കാൻ അവിടെ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ എയർ സ്ട്രിപ്പും എല്ലാം ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചൈനയാണെങ്കിൽ ഇപ്പൊ ആ ഗൽവാന് ശേഷം അവിടെ ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണിക്കുന്നത് ചൈന പല തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അവിടെ പല റോഡുകൾ ഉണ്ടാക്കുന്നുണ്ട്, പല എയർബേസുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഒരു അറ്റാക്ക് വന്നാലും ചൈനീസ് സൈന്യത്തിന് ഒളിക്കാനുള്ള ബങ്കറുകളും ചൈനയുടെ വലിയ വലിയ വെപ്പൺസ് വെക്കാനുള്ള ആയുധപ്പുരകളെല്ലാം ചൈന അക്സായ് ചിൻ റെഡിയാക്കുന്നുണ്ട്. സാറ്റലൈറ്റ് പിക്ചറിൽ കാണാം ചൈനയുടെ ഡ്രോണുകൾ, അതുപോലെ ചൈനയുടെ വിമാനത്താവളങ്ങൾ, ചൈനയുടെ പല മിസൈലുകളും, അതുപോലെ ടാങ്കുകൾ, ഇതൊക്കെ ചൈന വിന്യസിക്കുന്നുണ്ട്. ഇതുകൂടാതെ ചൈനയ്ക്ക് വേറൊരു പദ്ധതിയുണ്ട്. അതായത് ചൈനയിലുള്ള ഈ ഹാൻ വംശജരെ പ്രത്യേകിച്ചും അവരെ കൂടുതലും അല്ലാതെ ബാക്കിയുള്ള വംശജരെയും അതിർത്തികളിൽ ഗ്രാമങ്ങൾ ഉണ്ടാക്കി അങ്ങോട്ട് താമസിക്കാൻ വേണം. അങ്ങനെ ചൈന ഇപ്പൊ അവിടെ ഗ്രാമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അക്സായ് ചിനിൽ. അവിടെ അങ്ങനെ ചൈനയുടെ ഒരു അവകാശവാദം കൂട്ടാനായിട്ട്. അപ്പൊ ഇപ്പോഴും നമ്മൾ നോക്കുവാണെങ്കിൽ ലഡാക്കിലെ അതിർത്തി പൂർണ്ണമായിട്ടും രണ്ട് രാജ്യങ്ങളും സമ്മതിച്ചിട്ടില്ല. അപ്പൊ പലപ്പോഴും ഇന്ത്യയുടെ സൈന്യവും ചൈനയുടെ സൈന്യവും അപ്പുറത്തും അപ്പുറത്തും കണ്ടും നോക്കി നമ്മൾ ഐബോൾ ടു ഐബോൾ കൺഫ്രണ്ടേഷൻ എന്ന് പറയും, അങ്ങനെ നിൽക്കും. പലപ്പോഴും ഏറ്റുമുട്ടൽ ഉണ്ടാവും. അതാണ് നമ്മൾ ഈ ഒരിക്കലും ഗൽവാനിൽ കണ്ടത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് മറ്റേ ഭൂട്ടാന്റെ അടുത്തുള്ള വാലിയിൽ നമ്മൾ കണ്ടതാണ്. അതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ കഴിഞ്ഞ 5 കൊല്ലം നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ശക്തമായ വിന്യാസമൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇന്ത്യ ചർച്ച നടത്തുന്നുണ്ട്. അപ്പോൾ പണ്ട് ഇന്ത്യൻ സൈന്യം പെട്രോൾ ചെയ്ത പല മേഖലയിലും ഇന്ത്യൻ സൈന്യത്തിൽ ഇപ്പൊ പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ ഇടയന്മാര് ഇപ്പൊ പറയുന്നുണ്ട് പണ്ട് അവര് ആടിനെ മേയിച്ചിരുന്ന സ്ഥലത്തൊന്നും ഇപ്പൊ അവർക്ക് പോകാൻ പറ്റുന്നില്ല. അതെല്ലാം ചൈന ബഫർ സോൺ ആക്കി മാറ്റിയേക്കുവാണ്. അപ്പൊ ചൈന കൂടുതൽ ഏരിയ കൈയാളുന്നു പല വാദങ്ങളുണ്ട്. ഇതിനെപ്പറ്റി ഇന്ത്യൻ പാർലമെന്റിന് ശക്തമായ വിവാദങ്ങളുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ ഗവൺമെന്റ് ഒളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചൈന ഓക്യുപ്പൈഡ് കശ്മീർ അല്ലെങ്കിൽ അക്സായ് ചിൻ.
അപ്പോൾ ഇത് വളരെ പ്രാധാന്യമുള്ള ഏരിയയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക. ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക.